NMC Wellness Guide by Dr. George Alexander, Consultant Gastroenterologist, NMC Specialty Hospital, Alnada. ആൽക്കഹോൾ എങ്ങനെയാണ് ലിവർ ഡിസീസ് ഉണ്ടാക്കുന്നത്? ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ ടോക്സിൻ ടു ദ ലിവർ. 80% of the alcohol we drink passes through the liver, and the liver is the one which actually detoxifies the alcohol. Alcohol detoxify എന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ലിവർ. In some people, if you have a daily ഒരു നല്ല amount of alcohol കുറെ വർഷത്തേക്ക് കുടിക്കുമ്പോൾ it becomes toxic to the liver. So the alcohol is broken down into toxic substance, അതായത് poisonous substance ആയിട്ട് broken down ചെയ്യും, and അത് വന്ന് ലിവറിനെ ഡാമേജ് ചെയ്യും. ഇപ്പോൾ ലിവർ സെൽസ് ഡാമേജ് ആകുമ്പോൾ മൈൽഡ് ഡാമേജ് ഒക്കെ ഇറ്റ് ക്യാൻ റിപ്ലിക്കേറ്റ് ബാക്ക്. ലിവറിന്റെ സെൽ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, തിരിച്ച് നോർമൽ ആണ് ഒരു കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ഡാമേജ് കുറെ വർഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറയും. ഇപ്പൊ ലിവർ സെൽസ് ഡെഡ് ആകും. അപ്പം സിഗ്നിഫിക്കന്റ് ലിവർ ഡാമേജ് വന്ന് അവസാനം ലിവർ ഫെയിലിയറിലോട്ട് വരാൻ ചാൻസസ് ഉണ്ട്. ഈ ലിവർ ഡിസീസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്? ആൽക്കഹോൾ ലിവർ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു സ്പെക്ട്രം ആണെന്ന് പറയാം. അതായത് മൈൽഡ് ലിവർ ഡിസീസ് തൊട്ട് സിവിയർ ലിവർ ഫെയിലിയർ വരെ ആൽക്കഹോളിന് കോസ് ചെയ്യാം. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജസിൽ ആദ്യമേ ആൽക്കഹോൾ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഡെയിലി കുടിച്ച് കുറെ വർഷങ്ങൾ കഴിയുമ്പം ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ പറയുന്ന ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയും. ഇതൊരു റിവേഴ്സിബിൾ കണ്ടീഷനാണ്. ഇത് ആൽക്കഹോൾ നിർത്തിയാൽ ഇത് തിരിച്ച് നോർമൽ ആകാം. അപ്പൊ ഇതിന്റെ അകത്ത് ലിവറിന്റെ അകത്ത് ഫാറ്റ് ഡെപ്പോസിറ്റിയും ലിവറിന്റെ സൈസ് കൂടും. അപ്പൊ ചെറുതായിട്ടൊരു വേദനയൊക്കെ തോന്നാൻ വഴിയുണ്ട്. അല്ലാതെ വേറെ സിംറ്റംസ് വരില്ല. കുറച്ചും കൂടെ കുടിക്കാൻ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അടുത്ത സ്റ്റേജാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ സിവിയർ ആയിട്ട് ആൽക്കഹോൾ ഡാമേജ് വരുത്തും. അപ്പോൾ പേഷ്യന്റിന് ജോണ്ടിസ് വരും, കണ്ണ് യെല്ലോ കളർ ആവും, ലിവറിന്റെ സൈസ് കൂടും, വയറിന്റെ അകത്ത് വെള്ളം കളക്ട് ചെയ്യാൻ തുടങ്ങും. അതിന് നമ്മൾ മെഡിക്കൽ ടേംസ് അസൈറ്റിസ് എന്ന് പറയും. കാലിൽ നീര് വരും, വിശപ്പ് കുറയും, ഛർദി വരും, ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഈ സമയത്ത് നമ്മൾ ലിവർ ഫംഗ്ഷൻ എന്നൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് വരാൻ നമുക്ക് കാണാൻ കഴിയും. ഇതിന് നമ്മൾ വിളിക്കുന്ന ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇതും നമ്മൾ ആൽക്കഹോൾ നിർത്തിയാൽ നമ്മൾ കുറച്ച് റിവേഴ്സിബിലിറ്റി ഉണ്ട്. ഇതിന് റിവേഴ്സിബിൾ കുറച്ച് ടു സം എക്സ്റ്റെന്റ് റിവേഴ്സിബിൾ ആണ്. ഇനിയും നിർത്തിയിട്ടില്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ആണ് ലാസ്റ്റ് സ്റ്റേജ് വരുന്നത് ലിവർ സിറോസിസ്. ലിവർ സിറോസിസ് സ്റ്റേജിൽ നമ്മുടെ ലിവർ കംപ്ലീറ്റ്ലി ഡാമേജ് ആണ്. സോഫ്റ്റ് ആകുന്ന ലിവർ ഒരു ഹാർഡ് ഒരു ഓർഗനായിട്ട് മാറും. സിംറ്റംസ് ആണ് ജോണ്ടിസ് കൂടും, കാലിലെ നീര്, പിന്നെ വയറിലുള്ള നീര് കൂടും, രക്തം ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് കിഡ്നീസ് എഫക്ട് ആവും, ലങ്സ് എഫക്ട് ആവും, അതർ ഓർഗൻസ് എഫക്ട് ആവും, ഇൻഫെക്ഷൻ ചാൻസസ് ഒക്കെ കൂടും. ഈ അവസ്ഥയിൽ നിന്ന് റിക്കവറി ചെയ്യാൻ ചാൻസസ് വളരെ കുറവാണ്. ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫെയിലിയർ ആകാനാണ് ചാൻസ്. NMC Wellness Guide by Dr. George Alexander, Consultant Gastroenterologist, NMC Specialty Hospital, Alnada. ആൽക്കഹോളിക് ലിവർ ഡിസീസിന്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇനിഷ്യൽ സ്റ്റേജസിൽ ആൽക്കഹോളിക് ലിവർ ഡിസീസിന് സിംറ്റംസും സൈൻസും ഇല്ല. അതായത് പേഷ്യന്റ് കുടിച്ചുകൊണ്ടിരിക്കും, പക്ഷെ പുള്ളിക്ക് വേദനയോ അല്ലെങ്കിൽ ജോണ്ടിസോ ഒന്നുമില്ല, പക്ഷെ ഉള്ളിൽ ലിവർ ഡാമേജ് നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ്. അപ്പൊ പേഷ്യന്റ് അറിയില്ല നമ്മുടെ ഈ ലിവർ ഡാമേജ് ഉണ്ടാകുന്നുണ്ടെന്ന്. അപ്പോൾ ഹി വിൽ കണ്ടിന്യൂ ഡ്രിങ്കിങ്. അപ്പൊ അതൊരു വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഡിസീസിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ മെഡിക്കലിൽ പറയുന്നത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. സിഗ്നിഫിക്കന്റ് ആൽക്കഹോൾ ഇൻടേക്ക് കുടിക്കുന്ന ഒരാളില് ലിവർ ഡാമേജ് ഒരു സിവിയർ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സിംറ്റംസ് വരുള്ളൂ. അതിനു മുമ്പേ നമ്മൾ ആൽക്കഹോൾ നിർത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇനിഷ്യൽ സ്റ്റേജസ് നമ്മൾ ആൽക്കഹോൾ നിർത്തിയാൽ ലിവർ നോർമൽ ചത്തുപോയ സെൽസ് റീപ്ലേസ്, നോർമൽ സെൽസ് റീപ്ലേസ് ചെയ്ത് പതുക്കെ സമയം എടുക്കും. ചിലപ്പോൾ 6 months എടുക്കും, ചിലപ്പോൾ ഫ്യൂ ഇയേഴ്സ് എടുക്കും. പക്ഷേ റിക്കവറി വരാൻ ചാൻസസ് ഉണ്ട്. സ്റ്റോപ്പിംഗ് ഓഫ് ആൽക്കഹോൾ ഇസ് എ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. പിന്നെ അതിന്റെ കൂടെ അതർ ട്രീറ്റ്മെന്റ്സ് ആർ ദെയർ. ഇപ്പം ഫോർ എക്സാമ്പിൾ ന്യൂട്രീഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ ഒരു ഡയറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ന്യൂട്രീഷൻ വരുമ്പോൾ ലിവറിന് റിക്കവറി ആയിട്ടുള്ള കേപ്പബിലിറ്റിയും കൂടും. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇസ് ഓൾസോ ദേ. സിവിയർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിൽ നമ്മൾ സ്റ്റീറോയിഡ്സ് കൊടുക്കും. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അതായത് ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. നമ്മൾ കോംപ്ലിക്കേഷൻസ് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റിക്കവറി ഉള്ള ചാൻസസ് വെരി പുവർ ആണ്. ടെർമിനൽ സ്റ്റേജിൽ വെരി സിവിയർ ലിവർ ഡിസീസ് ആൻഡ് ലിവർ ഫെയിലിയർ വരുമ്പം ഓൺലി ട്രീറ്റ്മെന്റ് നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്. NMC Wellness Guide by Dr. George Alexander, Consultant Gastroenterologist, NMC Specialty Hospital, Alnada.
ഏത് കൈൻഡ് ഓഫ് ആളുകളെയാണ് കൂടുതലും ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ബാധിക്കുക? അതെ, അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതായത് കാരണം ആൽക്കഹോൾ കുടിക്കുന്ന എല്ലാവർക്കും ലിവർ ഡിസീസ് വരണമെന്നില്ല. ഔട്ട് ഓഫ് ഓൾ പീപ്പിൾ ഹു ഡ്രിങ്ക് ഡെയിലി amount or very frequent alcohol intake, 20 to 30% only ഒരു ലിവർ ഡിസീസ് വരെയുള്ളൂ. അതായത് ലിവർ സിറോസിസ് ഓർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വരെയുള്ളൂ. സോ ദർ ആർ സം റിസ്ക് ഫാക്ടേഴ്സ്. ഈ പർട്ടിക്കുലർ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾ കുടിക്കുവാണെങ്കിൽ ദർ ആർ മോർ ചാൻസസ്. ഒന്ന്, the amount of alcohol. The കൂടുതൽ കുടിക്കുന്നതോറും the chances of liver disease are much more. Patients drinking more than around 75 to 100 per day in men, more than 30 to 40 ml in women are more prone to develop liver disease. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഇത് പറയുന്ന പോലെ തന്നെ ജെൻഡർ ഇമ്പോർട്ടന്റ് ആണ്. ലേഡീസിൽ the amount of alcohol required is much less. ആണുങ്ങൾക്ക് ആൽക്കഹോൾ കൂടുതൽ വേണം ലിവർ ഡിസീസ് കോസ് ചെയ്യാൻ. ലേഡീസ് the amount required is much less to cause liver disease. പിന്നെ അതുപോലെ തന്നെ വേറെ ലിവറിന്റെ വേറെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് സിയോ ഹെപ്പറ്റൈറ്റിസ് ബിയോ അല്ലെങ്കിൽ ഈ ഫാറ്റ് കാരണമുള്ള ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആൽക്കഹോളും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഡബിൾ ഇമ്പാക്ട് ആണ്. അപ്പോൾ ലിവർ ഡിസീസ് വരാൻ കൂടുതൽ ചാൻസ് ആണ്. പിന്നെ വെരി ഇമ്പോർട്ടന്റ് ജനറ്റിക് ഫാക്ടേഴ്സ് ഇതിനകത്ത് കുറെ ഉണ്ട്. നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഓഫ് ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ മോർ പ്രോൺ ആണ്, ലിവർ ഡിസീസ് വരാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ്ലി ഡയറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. മാൽനറിഷ്ഡ് ആൾക്കാരിലാണ് കൂടുതൽ ചാൻസസ് ലിവർ ഡിസീസ് വരാൻ. കാരണം അവിടെ വിറ്റമിൻ ഡെഫിഷ്യൻസി കുറെ അതേ ഡെഫിഷ്യൻസീസ് ഉണ്ട്. അതിനകത്തും ചാൻസസ് ഓഫ് ആൽക്കഹോളിക് ലിവർ ഡിസീസ് കൂടുതലാണ്. ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നൊരു കണ്ടീഷൻ റിവേഴ്സിബിൾ ആണോ? വെരി ഇമ്പോർട്ടന്റ്. അതായത് ഏർലി സ്റ്റേജസിൽ മാത്രമേ ഇത് റിവേഴ്സിബിൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് ഓഫ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിലും റിവേഴ്സിബിൾ ആണ്. സിവിയർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വന്നാലോ അല്ലെങ്കിൽ ആൽക്കഹോളിക് സിറോസിസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ് വന്നെങ്കിൽ അത് റിവേഴ്സിബിൾ കണ്ടീഷൻ അല്ല. അപ്പൊ അതിനകത്ത് നമ്മൾ ഫൈനലി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അതിനു മുമ്പേ നമ്മൾ പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആൽക്കഹോൾ നിർത്താൻ നോക്കിയാൽ അത് റിവേഴ്സിബിൾ ആണത്.